അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ മഷ്റൂം ബിരിയാണിയാണ്. ഒരു വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ഐറ്റമാണ്. നല്ല സൂപ്പറാണ് സംഭവമാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തിരി എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മുടെ പനീർ, നമ്മളിവിടെ ഒരു 250 ഗ്രാം പനീറാണ് എടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക. ഒരുവിധം ഇതുപോലെ ഒരു യെല്ലോയിഷ് കളറാവുന്ന സമയത്ത് എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, അടിപൊളി. അപ്പോൾ നമ്മുടെ പനീറൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഗ്യാസ് ചൂടാക്കി ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കുക. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായി, പെരിഞ്ചീരകം, ബേ ലീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണെങ്കിൽ ഉപയോഗിക്കുക. പേസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. എണ്ണയിലൊന്ന് നല്ല രീതിയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു 4-5 പച്ചമുളക് നടുക്ക് കീറിയത്, 2 വെല്ലുള്ളി അതിനോട് ഇട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് ഉള്ളി ഒന്ന് നല്ല രീതിയിലൊന്ന് വാടി വന്നതിന് ശേഷം അതിലോട്ട് പുതിന ഇല മുറിച്ചിട്ട് കൊടുക്കുക. ആ സമയം തന്നെ കുറച്ച് പാത്രത്തിൽ വെള്ളം വെച്ച് 1 ടീസ്പൂണ് നെയ്യൂടെ ഒഴിച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായൂടെ ഇട്ട് കുറച്ച് പുതിന കൂടെ ഇട്ട് ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലോട്ട് ഇട്ട് അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ട് കേട്ടോ. അതിലോട്ട് 1 തക്കാളി മുറിച്ചത് അതിലിട്ട് കൊടുക്കുക. ആ തക്കാളിയുടെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ആ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം തക്കാളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം ഒരു 200 ഗ്രാം മഷ്റൂം എടുത്തിട്ട് നമ്മൾ നടുക്കായി കീറിയിട്ടേ ഉള്ളൂ. അതിന് ഇതുകൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒരു ഹാഫ് വേവാവുന്ന വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ എരിവൊക്കെ കൂട്ടാം കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുക കേട്ടോ. പനീറും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് അവിടെ വെള്ളത്തിൽ ഹാഫ് ബോയിലായിട്ടുണ്ട്. ഹാഫ് ബോയിൽ ആവാൻ പാടുള്ളൂ, കൂടുതൽ വെന്ത് വരാൻ പാടില്ല. പകുതി വന്നതിന് ശേഷം ആ ചോറിനെ ഒന്ന് വടിച്ച് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകുന്ന നമ്മുടെ മസാലയിലോട്ട് ലെയറായിട്ട് നമ്മൾ ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം നല്ല രീതിയിലൊന്ന് ഊറ്റിയെടുക്കണം. കാരണം നമ്മൾ ഓൾറെഡി റൈസ് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിന് വെള്ളം ആവശ്യമില്ല. ആ റൈസിൻ്റെ മേലെ കുറച്ച് പുതിനയില, അതുപോലെ ഒരു 2 ടീസ്പൂൺ നെയ്യ്, പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് സാഫ്രോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. കുങ്കുമപ്പൂവ് പാലിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചു കൊടുത്ത് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് റെസ്റ്റിന് വന്നതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയാലുണ്ടല്ലോ, എൻ്റെ പൊന്നോ അടിപൊളി നമ്മുടെ ബിരിയാണി റെഡി കേട്ടോ. നല്ല മണം, ആ കുങ്കുമപ്പൂവിൻ്റെയും ഇതിൻ്റെ എല്ലാം കൂടെ മണം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ സൂപ്പർ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയുണ്ടല്ലോ, അടിപൊളി. മസാല കണ്ടു അടിയിൽ, അടിപൊളി. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പനീർ മഷ്റൂം ബിരിയാണി റെഡി കേട്ടോ. നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ വീട്ടിൽ കുട്ടികൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാലേ, ഇങ്ങനെയൊക്കെ ഇതിനിപ്പോൾ നിങ്ങൾ പനീർ മഷ്റൂമിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തൊക്കെ ഇടാം, നല്ല രസമായിരിക്കും. അപ്പോൾ ചിക്കൻ കഴിക്കാത്ത കുട്ടികൾക്കും പനീറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആഴ്ച വീണ്ടും വെറൈറ്റി ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ ബൈ. വേറൊരു കാര്യം കൂടെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓ എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ, ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഗൈസ്. ഓക്കെ, ബൈ ബൈ.